വെള്ളാപ്പള്ളി നടേശൻ വർഗീയത പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ അദ്ദേഹത്തെ കടന്നാക്രമിച്ച സോഷ്യൽ മീഡിയയും രാഷ്ട്രീയക്കാരും, പ്രത്യേകിച്ച് യു ഡി എഫിലെ ഘടകകക്ഷികളും അദ്ദേഹത്തെ പച്ചയ്ക്ക് തിന്നില്ല എന്ന് വേണം പറയാൻ. പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, വെള്ളാപ്പള്ളിയുടെ പക്ഷം ജയിച്ചില്ല, ഒക്കെ വസ്തുതയാണെങ്കിലും ഇപ്പോൾ ഭരണത്തിൽ കയറി ഓരോ തരം പ്രശ്നങ്ങൾ ഓരോ ദിവസം പുറത്തു വരുമ്പോൾ, അതായത് ശബരിമല വിഷയം വീണ്ടും വന്നു, അംഗനവാടിയിലെ കൊള്ള പുറത്തു വന്നു, അങ്ങനെ ഓരോ ദിവസവും ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഓരോ തരം കഥകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. വെറും 2 മാസവും 3-ാമത്തെ മാസം തികയുന്നേയുള്ളൂ. ഇതാണ് പുതിയ സർക്കാരിൻ്റെ പ്രകടനം, അതായത് തുടങ്ങി വെച്ച പ്രകടനം. ഇപ്പോഴിതാ സ്കൂളുകളിൽ, അതായത് ഇപ്പോൾ ജൂലൈ മാസം കഴിഞ്ഞ് ആഗസ്റ്റായി, ഇപ്പോൾ ആഗസ്റ്റിലാണ് ഈ തീരുമാനം വരുന്നുള്ളൂ എന്നുള്ളതാണ്. 2 മാസം ആൾറെഡി കഴിഞ്ഞു ഈ കൊല്ലത്തെ. ഈ സമയത്ത് SSLCക്ക് മാക്സിമം ജയിപ്പിക്കുക എന്നാണ് UDF-ഉം LDF-ഉം കാലങ്ങളായി സ്വീകരിക്കുന്ന ഒരു നയം. അതായത് SSLC പരീക്ഷയിൽ മാക്സിമം കുട്ടികളെ ജയിപ്പിക്കുക. അതായത് LDF ജയിച്ചാൽ അതിനെക്കാട്ടിയും കൂടുതൽ UDF ജയിപ്പിക്കും, UDF ജയിപ്പിച്ചതിനെക്കാട്ടിയും കൂടുതൽ LDF ജയിപ്പിക്കും. ഇങ്ങനെയാണ് 5 വർഷവും ഇവിടെ ഉണ്ടായിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ SSLCയുടെ റിസൾട്ടിൽ സത്യത്തിൽ പറഞ്ഞാൽ 100% റിസൾട്ട് പാസ്സാക്കുന്ന അവസ്ഥയിൽ എത്തിച്ചിട്ടുണ്ട്. അതിൽ വളരെ തുച്ഛം 0.4%, അതായത് 99.7, 0.6, 0.8, 0.9 ഇനി ആവും. അങ്ങനെ അത് 100% ആക്കാൻ പറ്റാത്ത തരത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ 100% ആവാത്തത് എന്ന് ഞാൻ വളരെ സീരിയസ് ആയിട്ട് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയോട് ഞാൻ സംസാരിച്ചു. അപ്പോൾ മനസ്സിലായത്, ഈ പരീക്ഷ എഴുതാത്ത കുട്ടികളെ എങ്ങനെ പാസ്സാക്കുമെന്നാണ് തിരിച്ചു ചോദിച്ചത്. അതായത് പരീക്ഷ എഴുതാൻ പോകുന്നില്ല, അവരെങ്ങനെ പാസ്സാക്കും? ഇനി ഇതിൽ അതൊന്നുമല്ല ഏറ്റവും രസം. ഈ നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നു BJP ഭരിക്കുമ്പോൾ അത് വലിയ സംഭവമാക്കി ഇവിടുത്തെ രാഷ്ട്രീയക്കാരും സിനിമാക്കാരും പിന്നെ ആരാണ് ഈ അവതാരികമാരൊക്കെ ഡൽഹിയിലേക്ക് ചെന്നു. ആര് പറഞ്ഞു എന്നൊന്നും അവരിപ്പോഴൊന്നും പറയുന്നില്ല, പക്ഷേ എല്ലാം കണ്ടെത്തും. കാരണം അത് അന്വേഷണത്തിൻ്റെ വഴിയിലാണ്. ഇപ്പോൾ കുറേ തീവ്രവാദികളെ പിടിച്ചു, പഞ്ചാബ് സർക്കാർ പിടിച്ചു, പഞ്ചാബിൽ AAP ആണ് ഭരിക്കുന്നത്, അവർ തന്നെ പിടിച്ചു. അതേമാതിരി അവിടെ നുഴഞ്ഞു കയറി CJP പറയുന്നു ഞങ്ങളൊന്നല്ലേ എന്ന് പറഞ്ഞവർ നിലവിളിക്കുന്നുണ്ട്. ഇനി CJPയുടെ അടിസ്ഥാന വേരുകൾ കൂടി പിഴുതെടുത്ത് നോക്കാനുണ്ട്. അപ്പോൾ ആ സമരം ഇത്ര കർഷക സമരന്മാരെയൊക്കെ, കർഷക സമരം ഇവിടെ കണ്ടതാണല്ലോ. ഇവിടെ വലിയൊരു കർഷക സമരം ഉണ്ടായി. അതിൽ ആ ടെൻറ്റുകളിലുള്ള സുഖവാസ കേന്ദ്രത്തിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ പിന്നീട് പുറത്തു വന്നു. അന്നും ഇതുപോലെ കേരളത്തിൽ നിന്ന് ചിലരൊക്കെ ആ സമരമുഖത്ത് പോയി കാട്ടിക്കൂട്ടിയ ക്രയവിക്രയങ്ങളൊക്കെ നമ്മൾ കണ്ടൂല. അതേമാതിരി തന്നെയാണ് ഇപ്പോൾ CJPയുടെ ഈ നീറ്റ് പരീക്ഷയിലുണ്ടായി. അതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ കേരളത്തിലെ SSLC പരീക്ഷ 100% ജയിച്ചു എന്ന് തന്നെ നമുക്ക് പറയാം. പരീക്ഷ എഴുതാത്തവർക്ക് എങ്ങനെ ജയിപ്പിക്കും? ഇപ്പോൾ ഇന്ന് ഞാൻ ഒരു റിപ്പോർട്ട് കൊണ്ടു. ഇനി ഡിഗ്രിക്ക് ചേരണമെങ്കിൽ +2 പാസ്സായി എന്നോ +2 പഠിച്ചു എന്നൊന്നും വേണ്ട, നേരിട്ട് പോയി 10ാം ക്ലാസ് തോറ്റവനല്ല ജയിച്ചവന് പോയി ചേരാമെന്ന അവസ്ഥയിലേക്ക് ഇത് എത്തിയിട്ടുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ക്വാളിറ്റിയുടെ നിലവാരം അങ്ങനെ ഉയരുകയാണ് വലിയ തോതിൽ, ചെറിയ തോതിലൊന്നുമല്ല. വെറുതെ അല്ല. ഇന്ന് നമ്മുടെ ഹോസ്പിറ്റലുകളിൽ ഓപ്പറേഷൻ കഴിഞ്ഞാൽ പഞ്ഞിക്കെട്ടും സിറിഞ്ചും കത്രികയും നൂലൊക്കെ ശരീരത്തിൻ്റെ ഉള്ളിൽ വെച്ച് കെട്ടി തുന്നി വിടുന്ന ഡോക്ടർമാരും, പൊട്ടി വീഴുന്ന ബിൽഡിങ്ങുകളും പൊട്ടി വീഴുന്ന പാലങ്ങളും ഒക്കെ ഇവിടെ ഉണ്ടാകുന്നത് ഈ വിദ്യാഭ്യാസ നിലവാരം കൂടിയത് കൊണ്ട് തന്നെയാണ്. ഒരു സംശയവും വേണ്ട. അത്ര കണ്ട് വിദ്യാഭ്യാസ നിലവാരം കൂടുന്നു. പക്ഷേ
വിദ്യാഭ്യാസത്തിൻ്റെ ക്വാളിറ്റി കുറയുന്നു. അതാണ് അതിൻ്റെ ശരിയായ സത്യം. ആ നിലവാരം കുറയുന്നത് കൊണ്ടാണ് നല്ല ഡോക്ടേഴ്സ് ഇല്ലാതാകുന്നു, നല്ല എൻജിനീയർമാർ ഇല്ലാതാകുന്നു. ഇപ്പോൾ വേറൊരു സ്വഭാവം കൂടിയും വന്ന് കൂടിയിട്ടുണ്ട്. അത് എന്താണെന്ന് ഞാൻ വളരെയധികം ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ്. ഇപ്പം IAS IPS IFS പരീക്ഷയ്ക്ക് കേരളത്തിൽ നിന്ന് ഒരുപാട് പേര് ജയിച്ച് കയറുന്നുണ്ട്. ക്വാളിറ്റി ഓഫ് ദ കാൻഡിഡേറ്റ്സ് അതാരും നോക്കുന്നില്ല എന്നുള്ളതാണ്. ഞാൻ അടുത്തിടെ ഒരു കലക്ടറെ നേരിട്ട് സംസാരിക്കാൻ ഇട വന്നു. അപ്പോഴാണ്, ഞാൻ ഇതുവരെ ഇതങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല, അപ്പോഴാണ് ആ കലക്ടറുടെ സ്റ്റാൻഡേർഡ് കണ്ടപ്പോൾ ഈ IAS പരീക്ഷയിലും വെള്ളം ചേർന്നിരിക്കുന്നു എന്ന് എനിക്കൊരു തോന്നൽ. ഇത് ശരിയാവാം, തെറ്റാവാം, എന്തും തന്നെയാവാം. എന്തായാലും വേണ്ടില്ല, ബേസിക് ആയിട്ടുള്ള SSLC പരീക്ഷ 100% ജയിപ്പിച്ചുകൊണ്ട് ആ കുട്ടികൾ വഴിയാധാരായി നടക്കുന്നത് കണ്ട് വിഷമിച്ചിട്ട് ഇവിടെ +1 സീറ്റ് വർദ്ധിപ്പിക്കാൻ ഈ സർക്കാർ മുന്നോട്ട് വന്നു. വളരെ പ്രശംസനീയമാണ്. കാരണം SSLC കഴിഞ്ഞാൽ ഒരു വഴിയും ഇല്ലാതെ വട്ടം തിരിയുന്ന കുട്ടികൾക്ക് വീണ്ടും പഠിക്കാനൊരു അവസരമുണ്ടാക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ നല്ല കാര്യം തന്നെയാണ്. പക്ഷേ അവിടെയാണ് വെള്ളാപ്പള്ളി പറഞ്ഞ വിഷയം പൊന്തി വരുന്നത്. എന്താണ് ഇവിടെ ഉണ്ടായത്? ഇപ്പോൾ 120 പുതിയ ബാച്ചുകൾ തുടങ്ങാൻ ഈ സർക്കാർ അനുമതി കൊടുത്തു എന്നാണ് ഞാൻ കേട്ടത്. ആ 120 ബാച്ചിലെ 90 ബാച്ചുകളും, അതായത് 120 അതിലെ 90 ബാച്ചുകളും പ്രൈവറ്റ് മേഖലയ്ക്കാണ് കൊടുത്തിരിക്കുന്നത്. സർക്കാർ മേഖലയിൽ വെറും 30 ബാച്ചേ ഉള്ളൂ. അതവിടെ നിൽക്കട്ടെ. ഇനി സർക്കാരും പോട്ടെ, പ്രൈവറ്റും പോട്ടെ, ഈ കൊടുത്ത ബാച്ചുകൾ മുഴുവൻ തന്നെ ഈ പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കാസർഗോഡ്, അതിൻ്റെ ഇടയിൽ കണ്ണൂർ ഒന്നിങ്ങനെ മാറ്റി പിടിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെ സ്കൂളുകളിലാണ് അധികവും കൊടുത്തിരിക്കുന്നത്. മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ കൊടുത്തിരിക്കുന്നത്. അവിടെയാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ ആ വാചകങ്ങളുടെ പ്രാധാന്യം, ഇമ്പോർട്ടൻ്റ് പുറത്തേക്ക് വരുന്നത്. അദ്ദേഹം എന്തുദ്ദേശിച്ച് പറഞ്ഞാലും വേണ്ടില്ല, അത് സത്യമാണെന്ന് വരുത്തുന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ +1 കോഴ്സുകളുടെ ബാച്ചുകൾ അനുവദിച്ചു കൊടുത്തിരിക്കുന്നത്. കോഴിക്കോട് ജില്ലയിൽ വളരെ പ്രശസ്തമായ സർക്കാർ സ്കൂളുകൾ അവിടെ ഉള്ളപ്പോൾ, അതായത് മടപ്പള്ളി, പുതുപ്പണ, മണിയൂര്, മേപ്പയിൽ, കുറ്റ്യാടി, ചേറോട് തുടങ്ങിയ സർക്കാരിൻ്റെ പേര് കേട്ട വലിയ ഹയർ സെക്കൻഡറി സ്കൂളുകൾ അവിടെ നിലനിൽക്കുന്നു. അവിടെയൊന്നും കൊടുത്തില്ല. ഇത് തന്നെയാണ് മലപ്പുറത്തെ പല പ്രസിദ്ധമായ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളുകൾ അവിടെയുണ്ട്. അവിടെയൊന്നും കൊടുത്തില്ല. പാലക്കാടും അതുപോലെ തന്നെ വളരെ പ്രശസ്തമായ സർക്കാർ സ്കൂളുകൾ പാലക്കാട് ജില്ലയുടെ പല ഭാഗത്തുമുണ്ട്. പേരുകൊണ്ടും പലതര ആക്ടിവിറ്റിയിലും പേരെടുത്ത സ്കൂളുകൾ അവിടെയൊന്നും കൊടുത്തില്ല. കൊടുത്തത് മുഴുവൻ ന്യൂനപക്ഷങ്ങളുടെ പേര് പറഞ്ഞ് ഈ പ്രൈവറ്റ് സ്കൂളുകൾക്കാണ് കൊടുത്തിരിക്കുന്നത്. അതും പറയുമ്പോൾ പറയണല്ലോ, ന്യൂനപക്ഷമല്ലേ, നന്നായിക്കോട്ടെ, അങ്ങനെ വിചാരിക്കും. ഏതു ന്യൂനപക്ഷങ്ങൾക്കാണ് കൊടുത്തത് എന്നുകൂടി ആ ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ മനസ്സിലാകും. അവിടെയാണ് വെള്ളാപ്പള്ളി നടേശൻ്റെ വാചകങ്ങൾക്ക് പ്രാധാന്യം വരുന്നത്. ഈ പാലക്കാട്, തൃശ്ശൂർ കഴിഞ്ഞാൽ അങ്ങോട്ടുമുണ്ടെന്നേ കേരളം ഇപ്പം മുറിച്ചിട്ടില്ലാന്നേ. മലപ്പുറം ജില്ല ഇപ്പം മുറിച്ചിട്ടില്ലാന്നേ. ഈ പാലക്കാട് മുതൽ ഇങ്ങോട്ട് മാത്രം കൂടുതൽ കൊടുത്തുകൊണ്ട് ഈ +1 അങ്ങോട്ട് വെച്ചൊരു കളി അങ്ങോട്ട് നടത്തി. ഇത് ചോദ്യം ചെയ്യാൻ ആരും ജനങ്ങളോ ഈ നീറ്റ് പരീക്ഷയിൽ കാട്ടിക്കൂട്ടി അതിനെക്കാട്ടും വലിയ ഡേഞ്ചർ അവസ്ഥയാണിത്. എന്തേ ആരും ഒന്നും ഉണ്ടാത്തത്? 4 SFIക്കാർ വന്ന് റോട്ടിലിറങ്ങിയ പ്രശ്നം തീരില്ല. എവിടെ പോയി KSUക്കാർ? എവിടെ പോയി MSFകാർ? എവിടെ പോയി ABVPക്കാർ?
അത് പോട്ടെ, പൊതുജനം എവിടെ പോയി ചോദിക്കുന്നേ? നീ വെള്ളാപ്പള്ളി നാളെ എവിടെയെങ്കിലും ഒരു 2 മൈക്കും മുമ്പിൽ പിടിച്ച് വരുമ്പോൾ എന്തെങ്കിലും പറഞ്ഞാൽ അത് പ്രശ്നം. ഈ വെള്ളാപ്പള്ളി പറയുന്ന പ്രശ്നമാണ് പ്രശ്നം. ഇവിടെ പ്രവർത്തിക്കുന്നത് പ്രശ്നമല്ലാത്തൊരവസ്ഥ ഇപ്പോൾ കേരളത്തിൽ നിലനിൽക്കുകയാണ്. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ +1 സീറ്റുകളുടെ ബാച്ചുകൾ വർദ്ധിപ്പിച്ചതിൽ കാട്ടിയ ഈ വിവേചനം. ആ വിവേചനത്തിൽ തന്നെ ന്യൂനപക്ഷത്തിൻ്റെ പേര് പറഞ്ഞു കൊടുത്ത ആ ബാച്ചുകൾ ഏത് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കാണ് കൂടുതൽ കൊടുത്തിരിക്കുന്നത് എന്ന് ഇവിടെ ഒഫീഷ്യലായി അതിൻ്റെ ലിസ്റ്റ് എടുത്ത് നോക്കും. ഞാൻ പറയുന്നില്ല, അതാണ് ഞാൻ പറഞ്ഞാൽ ഇനിയിപ്പോൾ വെള്ളാപ്പള്ളി തന്നെ വിളിച്ചു പറഞ്ഞാൽ അത് വലിയ വിഷയവും. പ്രവർത്തിക്കുന്നത് വിഷയമല്ല. ഇതാണ് ഇന്ന് കേരളത്തിൻ്റെ അവസ്ഥ. ഇത് ചോദ്യം ചെയ്യാൻ കോൺഗ്രസ്സിൽ ആർജവമുള്ള നട്ടലുള്ള ഒരു നേതാവ് പോലും ഇല്ലാത്ത അവസ്ഥയായി മാറി. എന്താ, തിരുവനന്തപുരത്തും കൊല്ലത്തും ആലപ്പുഴയിലും എറണാകുളത്തും ഒന്നും നട്ടലുള്ള കോൺഗ്രസ് നേതാക്കൾ ഇല്ലേ ഇതിനെ ചോദ്യം ചെയ്യാൻ? അതോ അടിമപ്പെട്ടോ? വളരെ കഷ്ടമായ, വളരെ അപകടം നിറഞ്ഞ ഒരു മൂവ്മെൻ്റാണ് ഇപ്പോൾ കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത്. സൂക്ഷിക്കുക ജനങ്ങളെ. വെള്ളാപ്പള്ളി പറയുമ്പോൾ അത് വിഷയമാക്കുകയും അത് പ്രവർത്തിച്ച് കാണിച്ച് രഹസ്യമായിരിക്കുമ്പോൾ ആരും ഒന്നും പറയാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നമെന്ന് കരുതുക. ഇത് പ്രവൃത്തിയാണ്. വെള്ളാപ്പള്ളി പറഞ്ഞതേയുള്ളൂ, പറയണതല്ല പ്രശ്നം. അത് പ്രവർത്തിക്കുന്നതാണ് പ്രശ്നം. ജനങ്ങൾ ഓർത്തുകൊള്ളുക.